20 പേര് നടക്കുന്ന ഈ യോഗം ഉണ്ടല്ലോ, ബൂത്ത് പ്രസിഡന്റുമാരുടെയും PLAമാരുടെയും, അതിൽ ശേഖരിക്കുന്ന ഈ മരണപ്പെട്ടവരുടെയും വോട്ട് രേഖപ്പെടുത്താത്തവരുടെയും ഒക്കെ രേഖ ശേഖരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കൽ കൂടി കാണാനാണോ? അല്ല, എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിച്ചോളാം. ഞങ്ങൾക്ക് ഈ ഡേറ്റ വേണം, ഇൻഫർമേഷൻ വേണം, അത് കളക്ട് ചെയ്യണം. സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ഞങ്ങൾ വീണ്ടും കൂടുമല്ലോ, അപ്പം ആലോചിച്ചോളാം. തീർച്ചയായിട്ടും. കാരണം വെള്ളത്തിന് തീ പോലും തീ പിടിക്കുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണമാണ് അവിടെ നടത്തുന്നത്. ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പിച്ചു ഈ പ്രചരണത്തോടു കൂടി, ആളുകൾക്ക് ബോധ്യമായി. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ നമ്മുടെ രാജ്യത്തെ സമുദായ സൗഹാർദ്ദവും മതേതരത്വമായിട്ടുള്ള നമ്മുടെ ഘടനയും. എന്തുമാത്രം വിഷലിപ്തമായിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്. അതിനെ കൗണ്ടർ ചെയ്യാതിരിക്കാൻ സാധിക്കും? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അതും മാർക്സിസ്റ്റ് പാർട്ടി, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പാർട്ടിയുടെ സൈബർ സഖാക്കളാണ് ഈ പ്രചരണം നടത്തുന്നത്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധ്യമല്ല. കേരളത്തിലെ മതേതര സമൂഹത്തിന്റെ മുമ്പിൽ ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത് 11-ാം തീയതി. അല്ല, അത് വടകര അവർ UDF സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധമാണ്. പിന്നെ DCCയും അതുപോലെ തന്നെ ഞങ്ങൾ നിരവധി ഘട്ടങ്ങളിൽ പരിപാടികൾ ആവിഷ്കരിക്കും. അല്ല, അത് അവിടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പയിൻ പല രീതിയിലുണ്ടല്ലോ, എല്ലാ തരത്തിലും ക്യാമ്പയിൻ നടത്തും. തീർച്ചയായിട്ടും അതിനേക്കാൾ വലിയ പ്രതീക്ഷയാണ്, വൻ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സ്ഥാനാർത്ഥികൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതാണ് ഇന്നിവിടെ പങ്കുവച്ചത്. അല്ല, ആരെന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഒരു പാർട്ടി യോഗത്തിലാവുമ്പോൾ പലരും പറയും. പലയിടത്തുമുള്ള സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അതൊക്കെ സംഘടനാപരമായി പരിഹരിക്കും.